നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. 2 കിലോ ബിരിയാണിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ 2 കിലോ ചിക്കന് 2 കിലോ റൈസ് തന്നെയാണ് എടുക്കുന്നത്. അധികം ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ ആ അളവിൻ്റെ കാര്യം, അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മസാലയിലേക്കുള്ള അളവുകൾ പറഞ്ഞുതരാം. 4 വെല്ലുള്ളിയാണ് 1 കിലോ ബിരിയാണിയിലേക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 2 കിലോനായതുകൊണ്ട് 8 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 500 ഗ്രാം തക്കാളിയാണ്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് 4 എണ്ണമാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ 3 ഉണ്ട വെളുത്തുള്ളി. അത് 3 ഉണ്ട വെളുത്തുള്ളി മുഴുവനായിട്ട് ഇടുന്നില്ല കേട്ടോ, അത് ചതക്കിയാണ് അതിന് കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതേപോലെ ഒരു പീസ് ഇഞ്ചി, പിന്നെ പച്ചമുളക്. പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് നമുക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ അതിന് ചിലത് വലിപ്പമൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എണ്ണം പറയാത്തത്. ചിലത് വലുത് ചെറുതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ 3 ചെറുനാരങ്ങയാണ് എടുത്തത്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള തൈര് അത്യാവശ്യം പുളി ഉള്ളതിനോണ്ടാണ് 3 എണ്ണം എടുത്തത്. ബ്രോയിലർ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളയാണ്. അപ്പോൾ തൊലിയും പിന്നെ അങ്ങനത്തെ അഴുക്കുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കുകയാണ്. പിന്നെ 2-3 വട്ടം കഴുകിയതിന് ശേഷമാണ് ഞാൻ സുർക്ക കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി കഴുകൂട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ അതവിടെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യം തുടങ്ങുന്നത്. ഉള്ളിയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 100 ഗ്രാം ചുവന്നുള്ളിയാണ് ഞാനിവിടെ ഈ ഒരു ബിരിയാണിയിലേക്ക് എടുക്കുന്നത്. അതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളി പൊരിച്ചതും ചേർക്കാമെന്ന്, പക്ഷേ ഉള്ളി പൊരിച്ചതിനെക്കാട്ടും ടേസ്റ്റ് ചുവന്നുള്ളിയാണ്. പിന്നെ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഉള്ളികളൊക്കെ അരിഞ്ഞതുണ്ടല്ലോ, അതൊക്കെ നല്ല ഒരുപാട് നൈസ് ആവേണ്ട, ഒരുപാട് വലുതാകുക വേണ്ട. ആ ഒരു ടൈപ്പിൽ നമ്മൾ ഉള്ളി അരിഞ്ഞാൽ മതി, പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ രാത്രി 8 മണിയിലേക്കുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 മണി അസർ നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ദമ്മിട്ട് വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മളിതാ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എന്നിവയൊക്കെ ഇടുകയാണ്. പിന്നെ എരിവ് അത്യാവശ്യം വേണം കേട്ടോ, ഒരുപാട് എരിവല്ല, എന്നാലും കുറച്ച് എരിവ് വേണമെങ്കിലുള്ളൂ ആ ചിക്കനിലേക്കൊക്കെ എരിവ് പിടിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി വലിയൊരു എരിവില്ല കേട്ടോ, അതുകൊണ്ടാണ് പച്ചമുളക് നമ്മൾ ഇത്രയും ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റും പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ടേസ്റ്റും എല്ലാം കൂടിയാണ് ഒരു എരിവ് ഉണ്ടാവട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു എരിവ് പോലെയാണല്ലോ, അപ്പോൾ അതൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ചധികം കറിവേപ്പിൻ്റെയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നോട്ടെ കേട്ടോ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇനി കുക്കറിൽ ഇട്ടിട്ട് വാട്ടിയാൽ പോരെയെന്ന്. അപ്പോൾ കുറച്ചൊക്കെ അല്ലേ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വാട്ടാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് അധികമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കൽ. അത് അവർക്ക് ഒന്നും കുറ്റമൊന്നും പറയലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ ഞാൻ സാധാരണ കുക്കറിൽ ഇട്ടിട്ട് പിന്നെ വാട്ടലില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വാട്ടിയപ്പം വല്ലാതെ അലിഞ്ഞു പോയിട്ടുണ്ടേനി, അപ്പോൾ ഒരു സുഖമായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ ചെറുനാരങ്ങ നീര് ഞാനിതാ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നല്ല, 1.5 ഒരു ചെറുനാരങ്ങ അരമുറി ചേർക്കുന്നുണ്ട്. പിന്നെ പൊടികളാണ്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, വലിയ ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമല്ലിപ്പൊടി. നമ്മൾ വറുക്കാത്ത പച്ചമല്ലിപ്പൊടി, അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ 2 ടീസ്പൂൺ കുരുമുളക്, അതേപോലെ തന്നെ 2 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു 2 ടീസ്പൂണിൻ്റെ അളവിൽ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂണ് ഈ മല്ലിപ്പൊടി എന്നിവയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്ന ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട് ഇനി. അപ്പോൾ ആ പൊടികൾ ഇട്ടിട്ട് ഒന്ന് പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ ചേർക്കുന്നത്. പിന്നെ തൈരാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ തൈരും അതേപോലെ തന്നെ പുളിയുള്ളതിനെ കൊണ്ട് ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ നാരങ്ങനീരൊക്കെ ഉണ്ടല്ലോ, നാരങ്ങനീര് ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല പുളിയുള്ള തൈരാണെങ്കിൽ. പക്ഷെ നമ്മൾ ഈ ബിരിയാണീൻ്റെ ആ ഒരു മെത്തേഡാണല്ലോ ചെയ്യൽ, അതുകൊണ്ടാണ്. പിന്നെ മല്ലിയില കുറച്ച് അധികം ഇടുക, പുതിന കുറച്ചിട്ടോ. മല്ലിയില ഇട്ടാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത്തിരി കൂടി പോയി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അത് നമ്മൾ മൂടി തുറന്നിട്ട് ആ ചിക്കനൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കണം. എങ്കിൽ തന്നെ ഉള്ളൂ എല്ലാ ഭാഗവും ആ മസാലയിലൊന്ന് പുരണ്ട് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വേവ് വേണം, ഒരുപാട് വെന്ത് പോവുകയും വേണ്ട. അങ്ങനെ അത് വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ വെക്കുന്നത്.
അപ്പോൾ ഞാൻ വറുത്തിട്ട് വെക്കണം എന്നതിനിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു പേടി മഴ പെയ്യുമെന്ന്. അപ്പോൾ കുറേ സമയം അങ്ങനെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്താണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വറക്കാഞ്ഞത്. വറുത്ത് വെക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഓയിലും കുറച്ച് ഡാൽഡയും ചേർക്കുന്നുണ്ട്. ഡാൽഡ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. കൂടുതൽ സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒരു 50 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ ഡാൽഡ ചേർക്കൽ, ഒരുപാട് ചേർക്കലില്ല. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്കായ എന്നിവ കൂടി ഇട്ടിട്ട് അതൊന്ന് ആ ഒരു ഓയിലിൽ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന കണക്കാണ് കേട്ടോ. ഒരു 2 കിലോ വരെ. അതിൻ്റെ മുന്നോട്ട് കുറച്ച് കുറയ്ക്കണം. ഒരു പാട്ടക്ക് 1.25 പാട്ട വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മാറ്റി വെച്ചിട്ടില്ല, അത് ചേർത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു 3-4 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറിനും കൂടി ഒരു എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ലാസ്റ്റ് ഭാഗത്തെ ചേർത്താൽ മതി. ചിലപ്പോൾ എനിക്ക് മറന്നു പോകലുണ്ട് ഈ ക്യാരറ്റ് ചേർക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചേർത്തത്. അത് ചേർത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വരട്ടേത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ടൈമിൽ ക്യാരറ്റ് ചേർത്താൽ മതി. പക്ഷേ ഞാൻ നേരത്തെ ചേർത്തത് ഞാൻ പറഞ്ഞല്ലോ, മറന്നു പോണതിനെ കൊണ്ടാണ്. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ ഒരു റൈസിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതാ ഈ മൂടിൻ്റെ മേലെ കറുപ്പ് അടയാളമൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇത് മേലെ തീയിട്ടിട്ട് വെക്കലുണ്ട് കേട്ടോ ചില സമയത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന അടയാളമാണ്. എത്ര വരുത്തിയിട്ടും പോകുന്നില്ല, കറ പോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ചോറൊക്കെ വെന്ത് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതാ മസാല ഇതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണ്ട. ഗ്രേവി ഇല്ല, ഉള്ളിയൊക്കെ നല്ല ഡ്രൈ ആയി വരികയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി മസാല ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഗ്രേവി പോലെ വേണം, എങ്കിൽ തന്നെ ഉള്ളൂ ആ ബിരിയാണിയിലേക്കൊക്കെ ഇത് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ. അല്ലെ ഡ്രൈ ആകുന്നതിനെക്കാട്ടിയും ഒന്നും കൂടി നമ്മൾ ചോറും ഇതൊക്കെ ഇട്ട് ദമ്മ് വരുമ്പോൾ ഡ്രൈ ആയിക്കോളും. പക്ഷേ നമ്മൾ മസാല ഉണ്ടാക്കി വരുമ്പോൾ ഇത്തിരി ഗ്രേവി വേണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ നമ്മൾ റൈസ് പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഓയിൽ കുറച്ച് മതിയെന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ ഉള്ളി അണ്ടി മുന്തിരിയൊക്കെ പൊരിച്ച ഓയിൽ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ അത് നമ്മൾ ചേർക്കേണ്ടതാണ്. അതാണ് പിന്നെ ഈ ചോറിനൊരു ഇതുണ്ടാകുകയുള്ളൂ, ഒരു എന്താ പറയുക ടേസ്റ്റ് പോലെ. പിന്നെ അത് അതിലേക്ക് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് റോസ് വാട്ടർ. അത് ഒരു കാരണവശാലും നിർബന്ധമില്ല, പുറത്ത് കൊടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലിന് വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ അതാ RKG ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ടൈമിൽ വേണം കേട്ടോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇവർക്ക് ഓയിൽ കുറവ് മതിയെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഒഴിച്ച് കൊടുക്കാത്തത്. എല്ലാം കൂടി കുറേ ആയിപ്പോണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ എങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഓയിൽ ഒഴിച്ചാൽ. പിന്നെ അതാ നമ്മൾ കുറച്ച് മല്ലിയിലയും അണ്ടി മുന്തിരി ഉള്ളി പൊരിച്ചത് എല്ലാം കൂടി പകുതി എടുത്തിട്ട് ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുകയാണ്. അതൊക്കെ ഒരു ടേസ്റ്റും ഭംഗിക്കും ഒക്കെ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ബിരിയാണി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാറ്ററിങ് ചെയ്ത് നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ആ റോസ് വാട്ടറൊക്കെ ഒഴിച്ചത് കേട്ടോ. അത് എന്താണ് വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ നമ്മൾ ദമ്മ് മൂടിയൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിരിയാണിൻ്റെതായ ഒരു സ്മെല്ല് നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ കിട്ടണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. 2 ലെയറാക്കിയിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ലെയറിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ. ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ, അതായത് കുറഞ്ഞ ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണെങ്കിലും 1 കിലോൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ താഴെ പിൻ ചെയ്ത് വെക്കട്ടോ ബീഫ് ബിരിയാണി. അപ്പോൾ വലിയ പെരുന്നാളായതുകൊണ്ട് ബീഫ് ബിരിയാണി ആയിരിക്കുമല്ലോ അധികം ആൾക്കാരും വെക്കുക. അപ്പോൾ പെരുന്നാളിന് നമുക്ക് നല്ലോണം ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ ഷെയർ ചെയ്യാം കേട്ടോ ലിങ്ക്. പിന്നെ ഇതാ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മൈദ വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ സമയം ആ ദമ്മിലുള്ള ഒരു എയറൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൈദ ഒട്ടിച്ചപ്പോൾ ഒരു വൃത്തിയില്ല കേട്ടോ. നന്നായിട്ട് മൂടി വെച്ചപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പരന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈ റൈസും മസാലയൊക്കെ വെന്തതിനെ കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റിൻ്റെ ഒക്കെ ഒരു കത്തിക്കൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഓലക്കണ്ണി വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ സീൽ ചെയ്തതിനെ കൊണ്ട് പുകയൊന്നും ഉള്ളിലേക്ക് കയറൂല കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.